ഹേ ഗായ്സ്, ഇന്ന് നമ്മള് സിനിമയ്ക്ക് പോവാണ്. കുടുവിന്റെ സെക്കൻഡ് ടൈം ആണ് കുടുവിനെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ ബസ്സിൽ കയറി നേരെ തിയേറ്ററിലേക്ക് പോവാണ്. 11:40 ഷോ. നമ്മൾ ചേർത്തല പാരഡൈസിലാണ് പോകുന്നത്. 11:40 ഷോയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 11 മണിക്ക്. ഇവിടെ നിന്ന് ചേർത്തലയ്ക്കുള്ള ദൂരം 40 മിനിറ്റ്. എനിക്ക് തോന്നുന്നു ഇല്ല അവിടെ എത്തുമെന്ന്, പക്ഷെ നമ്മൾ അവിടെ എത്തിപ്പെട്ടു ഗൈസ്. 5 മിനിറ്റ് താമസിച്ചു. ഞങ്ങൾ ഇന്നപ്പത്തിന് പടം 5 മിനിറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം എല്ലാവരും കൂടി ഓടി അകത്ത് കയറി. ബസ്സിൽ കയറി സ്റ്റാൻഡിൽ വന്ന് ബാക്കിയുള്ള എല്ലാവരെയും പിക്ക് ചെയ്ത് ഓട്ടോയും വിളിച്ച് ഞങ്ങൾ നേരെ തിയേറ്ററിൽ വന്നു. വരുന്ന വഴിക്ക് കുടു എന്തായാലും ഉറങ്ങി. അതുകൊണ്ട് പകുതി എനിക്ക് ആശ്വാസം. കുടുവിനെ ഫസ്റ്റ് സിനിമ കാണിക്കാൻ കൊണ്ടുപോയത് സുമതി വിളവായിരുന്നു. അത് ഇന്റർവെല്ലിൽ വരെ ആ സിനിമ എനിക്ക് കണ്ടത് പോലും ഒരു ഓർമ്മയില്ല ഗൈസ്, കാരണം നല്ല അലമ്പായിരുന്നു. ഇതെന്തായാലും അങ്ങനെയില്ല, കുറച്ച് സമയം ആൾ ഉറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന ആൾ അടിപൊളിയായിട്ടിരുന്ന് പടം കണ്ടു. ഇന്റർവെൽ ആയപ്പോഴത്തേനും ആള് അവിടെ ഫുള്ള് നോക്കുമായിരുന്നു. അന്നേരമാണ് ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ആൾക്കാരെയൊക്കെ കണ്ടത്. അതെന്താന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ കൈ കാണിച്ചൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പാരഡൈസിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും ഈ മേളിൽ ഈ ഒരു നക്ഷത്രം പോലത്തെ സാധനങ്ങൾ, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. കുടു അത് നോക്കിയിരിക്കായിരുന്നു കുറെ നേരം. പിന്നെ ഇന്റർവെൽ ആയതുകൊണ്ട് ഞാൻ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയി. കുടുവിന് പറ്റിയിട്ടുള്ള ഒരു സാധനം അവിടെ ഇല്ല, അതുകൊണ്ട് ചക്രം പോലത്തെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് 1-2 ആള് കഴിക്കൂട്ടാ. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ കുടു ഇങ്ങനെ ഇരിക്കുന്നു. ആള് പാട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെ ഡാൻസും ബഹളമൊക്കെ ആയി. ആൾ എന്തായാലും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ഹാപ്പി ആയിരുന്ന ആള്. അങ്ങനെ പടം എല്ലാം കണ്ട് ഞങ്ങൾ ഇതാ വെളിയിൽ ഇറങ്ങി. സർവമായ മൂവിയാണ് കാണാൻ പോയത്. നിവിൻ പോളിയുടെ ഒത്തിരി നാൾ കൂടിയിട്ടാണ് കേട്ടോ നിവിൻ പോളിയുടെ നല്ലൊരു പടം കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമാണ്. ചിരിക്കാനും ഒക്കെ ഒത്തിരി ഉണ്ട് അതിനകത്ത്. നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മൂവി. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ആ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. ഈ വഴി കൂടി നടക്കുമ്പോഴത്തേനില്ല എന്റെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടാ. കാരണം ഞാൻ 10th കഴിഞ്ഞ സമയത്താണ് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ ചേർന്നത്. നമ്മൾ ജിടെക്കിലാണ് കമ്പ്യൂട്ടർ പഠിച്ചത്. അപ്പൊ ഡെയിലി നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയി വരുമല്ലോ. അപ്പൊ ഞാൻ ഈ റോഡ് വഴിയൊക്കെ ആ സമയത്ത് നടന്നു. ഇപ്പൊ ഒരു 9 വർഷത്തിന് മേലായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ഒരേപോലെ തന്നെ, ഒരു മാറ്റമില്ല. കടകൾക്കാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ. അതൊക്കെ ഇപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർത്ത് നടന്നു വരും. അങ്ങനെ നടന്ന് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ സലീഖാന്റെ ബിരിയാണി കടയിൽ കയറി ബിരിയാണി കഴിക്കുകയാണ് കഴിച്ചത്. ചേർത്തലയിൽ വരികയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വയ്ക്കാൻ്റെ ബിരിയാണി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. നല്ല നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ബിരിയാണി. കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ്. അവിടുന്ന് നേരെ ഞങ്ങൾ കൂടുതൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കഴിഞ്ഞ ദിവസം ആള് മോന്തയും കുത്തിയൊന്ന് വാദിക്കാൻ വീണായിരുന്നു. അങ്ങനെ ചുണ്ട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറിയ രീതിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേറെ പീഡിയാട്രീഷ്യനൊന്നും നമുക്ക് അവിടെ ആ സമയത്ത് കാണിക്കാൻ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചേർത്തലയിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.